ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഏകദേശം ഒരു 35 കിലോ വെയിറ്റ് വരുന്ന നല്ലൊരു കേരമീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കേരമീനെ വെച്ചിട്ട് ഒരു കിടുക്കാച്ചി പരിപാടി ഒപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഈ കാണുന്ന മുതലിനെ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ എന്താ ഐറ്റം ഞാൻ പറഞ്ഞില്ലല്ലേ, നമ്മൾ മുമ്പ് നമ്മളുടെ കോഴീനെ ചെയ്ത് ഓർമ്മയുണ്ട്, ബക്കറ്റ് കോഴി, ബക്കറ്റ് ചിക്കൻ. അതുപോലെ നമ്മൾ ഇന്ന് ബക്കറ്റ് ഫിഷ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ കാണുന്ന മുതൽ വെച്ചാണ് നമ്മുടെ പണികൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ല വെയിലാണ്. അപ്പോൾ ആദ്യത്തെ പണി നമ്മുടെ മീനിൻ്റെ ചെതമ്പലൊക്കെ ചെത്തി നമ്മളുടെ ഈ ചിറകും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് മാറ്റണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചെതമ്പലി ചെത്തലങ്ങോട്ട് തുടങ്ങുകയാണേ. കണ്ട നമ്മുടെ കേരമീൻ നല്ല രീതിക്ക് ചെതമ്പലുണ്ടാവും, അത് നമ്മളങ്ങനെ ചെത്തിക്കളയാട്ടാ. നല്ല വെയിലാട്ടെന്ന്. നമ്മൾ പണി തുടങ്ങിയപ്പോൾ വെയിൽ കയറി വന്ന സമയത്താണ് പണി തുടങ്ങിയത്. ഇനിയിപ്പോൾ ഇതേ ചിറകും കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാട്ടാ. അങ്ങനെ ചെതമ്പലൊക്കെ കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മീനെ ഇനി നമ്മൾ നേരെ ഉള്ളിലത്തെ വയറ് കീറി ആന്തരാവയവങ്ങൾ പുറത്തെടുക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഇതേ നോക്കിയേ, ഇത് കണ്ട, ഈ ഒരു ചൂണ്ട ഇട്ടിട്ടാണ് നോണ്ടിനെ പിടിച്ചേക്കണേ. നമ്മുടെ സാധാ ചൂണ്ടക്കുളത്തും ഇതിൻ്റെ വയന്ന് കിട്ടിയ ചൂണ്ടക്കുളത്തും വെച്ച് നോക്കിയേ, ഭയങ്കര ഡിഫറൻസ് അല്ലേ. ഈ കാണുന്ന ചൂണ്ടയൊക്കെ വെച്ചിട്ട് കേട്ടാ ഇങ്ങനത്തെ മീനൊക്കെ കടലിൽ നിന്ന് പൊക്കിയെടുക്കുന്നേ. അപ്പോൾ ഈ കാണുന്ന മീനിൽ ആകെ ഇത്രയും വേസ്റ്റ് വരുന്നുള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരുപാട് വേസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇനി ഇതേ നമ്മുടെ മീനൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ മീനിന് നല്ല രീതിക്ക് ക്ലീനാക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മുടെ മീനിൽ തേക്കണം മസാലയൊക്കെ പിടിക്കാനായിട്ട് നല്ലോണം ഒന്ന് വരഞ്ഞു കൊടുക്കാട്ടാ. അതെ, നമ്മുടെ മീനെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. ഇതിൻ്റെ തൊലി ഇച്ചിരി കട്ടിയാണേ. നമ്മുടെ കത്തി ഒന്ന് മാറ്റിയിട്ടാ, മറ്റേ കത്തിയുടെ മൂർച്ചൊന്ന് കുറഞ്ഞു തുടങ്ങി. ഇപ്പം കണ്ട, ഇപ്പോൾ സിമ്പിളായിട്ട് മുറിഞ്ഞോളണ്ട. ഇപ്പോൾ കത്തിയുടെ മൂർച്ചയുടെ ഉണ്ട് കാര്യം. നല്ല രീതിക്ക് നമ്മൾ കണ്ട വടുമ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഓപ്പോസിറ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതേ നല്ല അടിപൊളി അലുവ കഷ്ണങ്ങൾ പോലെ നമ്മളിത് ഇങ്ങനെ വരഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ കറക്റ്റായിട്ട് മസാല പിടിച്ചോളൂ ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ. അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ നമ്മൾ സെറ്റാക്കി എടുക്കണം. അങ്ങനെ മീനിൻ്റെ കട്ടിക്കൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് വേണ്ട മസാലയ്ക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ട ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ഇത് ചുവന്നുള്ളി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, ഇവിടെ നോക്കുകയാണെങ്കിൽ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ബട്ടർ, അതുപോലെ തന്നെ കുറച്ച് തൈര്, പിന്നെ കാശ്മീർ ചില്ലി പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പുണ്ടത്. ഇത് കണ്ട നല്ല അടിപൊളി ഉപ്പാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചെറുനാരങ്ങ, മല്ലിയില, അതുപോലെ തന്നെ പുതിനയില. ഇത്ര സാധനങ്ങളാണ് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതിൽ നമ്മുടെ പച്ചമുളകും ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഈ മല്ലിയിലയും പുതിനയിലയും നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മസാല പ്രിപ്പറേഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ അരച്ച ഈ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മുടെ കാശ്മീർ ചില്ലി പൗഡർ, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണിത്. ഇനി ഒരു 100 ഗ്രാം ബട്ടർ ഉണ്ട്. ഇനി കേടാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട. ഇനി ഇത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാട്ടോ. ഇനി ഇതേ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ടുള്ള ചെറുനാരങ്ങ കേട്ടോ. ഇനി ഇതെല്ലാം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നമ്മുടെ മസാല നല്ല പരുവത്തിലാക്കി എടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ
അപ്പോൾ ഇത് നമ്മുടെ മസാലയൊക്കെ മിക്സ് ചെയ്ത് നല്ല അടിപൊളി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമ്മൾ നേരെ നമ്മുടെ മീനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മുടെ മസാല അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതേ നല്ല പച്ച വെളിച്ചെണ്ണ കുറച്ചെടുത്ത് നേരെ നമ്മുടെ മീനിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ മസാല എടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് വിളമ്പി കൊടുക്കുകയാണേ. ഇനി നമ്മുടെ മസാലയൊക്കെ നല്ല രീതിക്ക് നമ്മുടെ മീനിലങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഉണ്ടാകുക ഉള്ളിലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കയറണം കേട്ടോ. നല്ല ഡയമണ്ട് സ്ക്വയർ പീസുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ച മസാലയൊക്കെ നല്ല രീതിക്ക് ഈ ഗ്യാപ്പുകളിലൊക്കെ കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങോട്ട് നോക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ മീറ്റുമ്പോൾ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇതേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ തന്നെ മസാല തേച്ച് കൊടുക്കുക. ഇനി കുറച്ച് മസാല എടുത്ത് നേരെ നമ്മുടെ മീനിൻ്റെ വയറിൻ്റെ ഉള്ളിലും കുറച്ചെടുത്തിട്ട് നമ്മുടെ തലയുടെ ഉള്ളിലും തേച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ല നാടൻ മസാലയൊക്കെ തേച്ച മീനെ ഇനി നമ്മൾ നേരെ നമ്മുടെ അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞെടുക്കാൻ പോവാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സോഫ്റ്റ്നെസ്, മീറ്റിൻ്റെ സോഫ്റ്റ്നെസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി അലുമിനിയം ഫോയിൽ ഇതിനെ പൊതിയാനായിട്ട് പോകുന്നേട്ടാ. അപ്പോൾ ഇതേ നമ്മുടെ അലുമിനിയം ഫോയിൽ നമ്മൾ ചുറ്റാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ടേബിളുമേക്ക് ഇട്ട് വിരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ മീനെടുത്ത് ഇനി നേരെ നമ്മുടെ ഫോയിലിൽ ചുറ്റാൻ പോവാണ്. പിന്നെ നമ്മൾ അലുമിനിയം ഷീറ്റ് വെച്ച് നല്ല രീതിക്ക് ഇതിനെ റാപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫോയിലിൽ പൊതിഞ്ഞ മീനെ നമ്മളിത് കെട്ടുകമ്പിയൊക്കെ വെച്ചൊന്ന് കെട്ടി സെക്യൂർ ആക്കി വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ജ്യൂസൊന്നും പുറത്തേക്ക് പോകാതെ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് ഉടഞ്ഞൊന്നും പോകാണ്ടിരിക്കാൻ ഈ മെഷിലൊന്ന് ചുറ്റിയെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മെഷിലേക്ക് വെച്ചു. ഇനി മെഷ് ഇതിനനുസരിച്ച് കറക്റ്റ് നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണേ. അങ്ങനെ നമ്മുടെ കേരക്കുട്ടനതേ നമ്മുടെ മെഷീൻ്റെ ഉള്ളിലേക്കും ദേ ചുറ്റിയെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്ന മുതലിനെ നമ്മൾ നേരെ ബക്കറ്റിലിട്ട് ചുറ്റെടുക്കാൻ പോവാണ്. കണ്ട നല്ല അടിപൊളി, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ സാധനം കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ മുതലിനെ നമ്മൾ നേരെ വെക്കാനുള്ള പരിപാടി നോക്കാണ്. ഇനിയാണ് മക്കളെ സൂത്രപ്പണി. സംഭവം വേറൊന്നുമല്ല, നമ്മളുടെ ഈ കാണുന്ന നല്ല മസാല തേച്ച മീനെ ഇനി നമ്മൾ ദേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇവിടെ നമ്മളൊരു കുഴി എടുത്തിട്ടുണ്ട്. അതിൽ ദേ നമ്മളൊരു കുറ്റി അടിച്ചിട്ടുണ്ട്. കുഴി എടുക്കാൻ കാരണം വേറൊന്നുമല്ല, നമ്മളുടെ മീന് ഇത്തിരി നീളം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ബാരൽ വെച്ചാണ് നമ്മൾ മൂടുന്നത്. ബക്കറ്റ് ചിക്കന് പകരം ബാരൽ ചിക്കനാണ്, അല്ല ബാരൽ ഫിഷാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ ചിക്കൻ ഇടയിൽ കയറി വരും, കാരണം ബക്കറ്റ് ചിക്കൻ കുറേ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ ഫിഷിനെ നേരെ എടുത്ത് ഇനി ഈ കാണുന്ന കുഴിയിലേക്ക് നമ്മൾ ഇറക്കി കൊടുത്ത് ഇവിടെ ലോക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഫിഷ് മറിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതേ നമ്മുടെ ബാരലെടുത്ത് നേരെ നമ്മൾ ഇത് മൂടാണ്. ഓക്കെ, അങ്ങനെ ദേ നമ്മൾ പകല് ആയിരുന്നു ഇത് മൂടി വെച്ചത്. പകലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ മുമ്പ് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ചെറിയൊരു എമർജൻസി ആവശ്യം വന്നപ്പോൾ പോകേണ്ട വന്നു. അപ്പോൾ വന്നപ്പോഴേക്കും 6-6:30 ആയപ്പോഴേക്കും ഇരുട്ടായി പോയിട്ടുണ്ട് ഇവിടെ. എന്നാലും നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യട്ടെ. മസാലയൊക്കെ നല്ല രീതിക്ക് ഇപ്പോൾ മീനിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ദേ അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൂട്ടിയിട്ടിരിക്കുന്ന പട്ടകളൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ ഇതും ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതായത് നമ്മൾ പണ്ട് ബക്കറ്റ് ചിക്കൻ എങ്ങനെയാണോ ഇട്ട് കത്തിച്ചത് അതേപോലെ തന്നെ ഇവനെ നമ്മൾ ലോക്ക് ചെയ്തെടുക്കാൻ പോവാണ് ഈ പട്ടയുടെ ഉള്ളിൽ. ഇപ്പോൾ പട്ടയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് വൈക്കോലൊക്കെ ഇട്ട് ചെയ്യാം കേട്ടോ. വൈക്കോല്, ചിലർ ന്യൂസ് പേപ്പർ ഇട്ട് ചെയ്യണത്. ന്യൂസ് പേപ്പർ ചിക്കൻ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ചുള്ളിക്കമ്പോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാം. നല്ല മുട്ട വിറകൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള സാധനം കത്തി കരിഞ്ഞു ഒന്നും ഉണ്ടാവില്ല കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ ഇത് നമ്മളുടെ ചൂട്ടൊക്കെ വെച്ച് ഒരുവിധം നമ്മളിത് നമ്മുടെ ഡ്രമ്മിന് ചുറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് കത്തിക്കാനുള്ള പരിപാടി നോക്കിയാലോ. അപ്പം ഇനി ഇത് തീയിട്ട് കൊടുക്കാം കേട്ടോ.
നമ്മുടെ ഡിസംബറൊക്കെ തുടങ്ങി പിന്നെ ചെറുതായിട്ടൊന്ന് തണവടിച്ച് തുടങ്ങിയിട്ടുണ്ട് ചൂട്ടിന്. അതായത് വൈകിട്ട് നമ്മളേക്കൊന്ന് മഞ്ഞായി തുടങ്ങും. അതാണ് കത്തി വരാനായിട്ടൊരു ചെറിയ മടി. കത്തി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്ന് കത്തിക്കോളൂ കേട്ടാ. അങ്ങനെ കൂട്ടിയിട്ട് നമ്മളുടെ ബാരൽ നമ്മൾ കത്തിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടാണ്. ഇപ്പോൾ ഡിസംബർ അല്ല, നവംബറാണ്. അപ്പോൾ അതേ നോക്കിയേ, കത്തി അങ്ങോട്ട് സെറ്റ് ആവട്ടെ. നമ്മുടെ മീനുള്ളിൽ കിടന്ന് മിനിമം ഒരു 5 റൗണ്ടെങ്കിലും നമ്മൾ കത്തിക്കും കേട്ടോ, ഇത് സെറ്റാക്കി കിട്ടാനായിട്ട്. അതുവരെ നിന്ന് കത്തട്ടെ മുതൽ. കണ്ട ഈ അടുത്ത് നിൽക്കാൻ പറ്റില്ല, അമ്മാതിരി ചൂടാണ് ഇവിടെ. ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഇവിടെ. പച്ചക്കറിയാണോടാ. അങ്ങനത്തെ 4 റൗണ്ട് കത്തിച്ച് 5ാമത്തെ റൗണ്ട് ഇതേ നമ്മുടെ ചൂട്ടും വിറകൊക്കെ കൂട്ടി തീയിട്ട് വെച്ചേക്കാണ്. നോക്കിയ മച്ചാമാരെ, സംഭവം നിന്ന് കത്തേണ്ട ഈ ചൂടിൽ കിടന്നിപ്പോ നമ്മുടെ മീൻ വെന്ത് സെറ്റായിരിക്കുള്ളൂ കേട്ടാ. അയ്യോ എന്ത് ചൂടോ. അങ്ങനെ കത്തിച്ച് നമ്മളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് തണുക്കാൻ വെച്ചേക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റ് നമ്മൾ ഈ തണുക്കാൻ വെച്ചിട്ടുണ്ട്. സംഭവം ഇനി നമ്മൾക്ക് പൊക്കി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം. നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ തുണിയുടെ ഒരു പീസും വെച്ച്. നല്ല ചൂടുണ്ട്. ഓമ്പോ എൻ്റെ പൊന്നോ, നല്ല മണം വന്നിട്ട് കേട്ടാ. ഫോയിലിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇത്ര മണം വന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു രക്ഷയില്ലാത്ത മണം. ഇവിടെ ഇപ്പോഴും നല്ല ചൂടാട്ടാ. അപ്പോൾ ഒന്നുകൂടി തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ മെഷീന്ന് കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ കെട്ടുകമ്പി വെച്ച് ചുറ്റിയേക്കണതൊക്കെ ഒന്ന് അഴിച്ചെടുക്കാട്ടാ. അങ്ങനെ നമ്മളിനി ഇത് കട്ട് ചെയ്യുന്ന പരിപാടിയിലേക്ക് പോകാൻ കേട്ടാ. ഫോയിൽ കട്ട് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ കോമഡിയാണ് കേട്ടോ. ഒരുവിധം കട്ടായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ തുറക്കുമ്പോൾ കാണാം മക്കളെ എന്താണ് നമ്മുടെ ഐറ്റത്തിൻ്റെ അവസ്ഥ എന്ന്. ഹായ്, എന്താ നല്ല അടിപൊളി. എൻ്റെ പൊന്നു മണം കേട്ടോ, ഞാൻ ഇപ്പോഴേ പറയുന്നു. ഓക്കെ, ഇതൊക്കെ കണ്ട നമ്മുടെ കവറ് പൊളിച്ചു കഴിഞ്ഞപ്പോ ഇതാണ് അവസ്ഥ. നല്ല ആവി പറക്കണ, നല്ല എന്താ പറയാ, ഇനി കഴിക്കുമ്പോ പറയാട്ടോ ബാക്കി. അങ്ങനെ മച്ചാമാരെ ഇപ്പൊ നോക്കിയേ, നമ്മുടെ മുമ്പിൽ നീണ്ടു നിവർന്നിരിക്കണാണ്. നമ്മൾ നല്ല ഫോയിലിട്ട് നല്ല എന്താ പറയാ ബക്കറ്റ് മൂടി ഉണ്ടാക്കിയ നല്ല എന്താ പറയാ കടലിലേക്ക് പ്രോട്ടീൻ സോഴ്സ് അല്ലേ, കടലിലെ ചിക്കൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ട്യൂണ മീനെ നല്ല സൂപ്പറായിട്ട് നല്ല ജ്യൂസി ആയിട്ട് ഒട്ടും അതിൻ്റെ എന്താ പറയുക ജ്യൂസൊന്നും പുറത്ത് പോകാണ്ട് ഫോയിലിട്ട് പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കണാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതേ തുടങ്ങാം നമുക്ക്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആദ്യം നമ്മളിതേ കുറച്ച് ചെറുനാരങ്ങയുടെ നീരങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉദ്ഘാടനം കഴിക്കാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ ഇതേ അജി തുടങ്ങാം. ആ അപ്പോൾ ഇതേ നമ്മുടെ ഇതേ കണ്ട ഈ മുതൽ ഇങ്ങനെ കിള്ളിയിട്ട് കണ്ടതേ നല്ല മന്തി റൈസും കൂട്ടി. ആർക്ക വേണ്ടേ? കൊതിയൻ. ഒരു ഗ്രാമ്പൂന്റെ പട്ടയുടെ പീസ് കുടിക്കുന്നത് മന്തിയിലത്തെ. എങ്ങനെയുണ്ട്? നല്ല സോഫ്റ്റ്
സോഫ്റ്റ് കലക്കം മസാല. ഒന്ന് നോക്കണ്ട, എടുത്ത് കഴിച്ചോ. ഇനിയൊന്നും നോക്കാനില്ല. അച്ഛനും കൊടുക്കാം. ട്യൂണൊക്കെ ഇത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടാന്ന് വെച്ചാൽ വൻ ഭാഗ്യം ഉണ്ടാ. പ്രോട്ടീനാ പച്ച. എനിക്ക് നീ കണ്ട മീറ്റില്ലേ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ആ മീറ്റും റൈസും കൂടി കിട്ടുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ കഴിച്ചിട്ട് പറയാട്ടാ. ഇവിടെ ഒന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. സംഭവം നോക്കി ഞാനൊരു കിള്ളിട്ട് കാണിച്ചു തരാട്ടാ. എനിക്ക് കണ്ട ദേ ഇനി ഞാനൊന്ന് കഴിച്ചോക്കട്ടെ ഏട്ടാ. ഇവർ പറഞ്ഞ അറിവ് എനിക്കുള്ളൂ. കണ്ട ഞാൻ റൈസ് കൂട്ടണില്ല, അല്ലാണ്ട് തന്നെ നമ്മുടെ മീറ്റ് എടുത്തിട്ട് എൻ്റെ മക്കളെ സംഭവം രക്ഷ നോക്കി നമ്മ എടുക്കണ നേരത്ത് കണ്ട. ഓ സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അന്യായ സോഫ്റ്റ്. ഇതേ ഷവർമ അടിച്ചല്ല പിന്നല്ല. ദേ കുറച്ച് മീറ്റ് എടുക്കുക. ഇതിങ്ങനെ അങ്ങോട്ട് അതിനാ നീളം പീസല്ല. അത് ഇവിടെ നിന്ന് കിട്ടുമല്ലോ. അത് തലയുടെ അവിടെ നിന്ന് കിട്ടിയ നല്ല നീളം പീസ് എടുത്തു. ഇച്ചിരി മയണൈസ് ചോദിച്ചേ. കണ്ട മയണൈസും വെച്ചിട്ട് സാധനം അങ്ങോട്ട് ഉരുട്ടി പിടിച്ച് ചിക്കൻ ഷവർമയൊക്കെ മാറിക്കൂലേ. പിന്നല്ല ഫിഷ് ഷവർമ റിച്ച് പ്രോട്ടീൻ പൊള്ളി സാധനം കേട്ടാ. ഇനി നമ്മുടെ പ്രവീൺ മച്ചാന്റെ രംഗപ്രവേശനം ബാ. മോന് അജി എനിക്കാണോ എന്നാ ബായിരിക്കും. മോനെ എവിടെ നിന്ന് വേണം ഇറച്ചി കഷ്ണം? തല മതി. തലേന്ന് ഞാൻ കിള്ളിയില്ല. ഒരു കാര്യം ചെയ്യാം, തല അങ്ങനെ തന്നെ എടുക്കാം. അയ്യോ മൊത്തമായിട്ട് വന്നില്ല. എന്താണിത്? ഇതാണ് തല. തല തല ചോദിച്ചിട്ട് തല എടുത്താണ്. ഓ എൻ്റെ പൊന്നെ ഇപ്പൊക്കെ തന്നെ മനസ്സിലായില്ല ഇത് എന്തോരം വെന്തിരിക്കണേന്ന്. പ്രവീണെ എനിക്ക് തലയിട്ട് തരാനായിട്ട് എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. കണ്ട തലയില് ചോദിച്ചിട്ടൊക്കെ താഴെ വീട് പോയടാ. തലയുടെ അവിടെ നല്ല ഇറച്ചി കഷ്ണം ഉണ്ട് നോക്കി. കണ്ടാ നല്ല പഞ്ഞി പോലത്തെ ഇറച്ചിയാ. നല്ല സ്മൂത്തായിട്ടുണ്ട്. മറ്റേത് പറ എന്ത് ഇതിരി ഉണ്ടാക്കുന്നത് പറയല്ല. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഇച്ചിരി മയണൈസ് കൂട്ടി കഴിക്കി, നല്ല വണ്ണം വയ്ക്കുള്ളൂ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ മന്തിയുടെ ഒപ്പം ഇതിൻ്റെ ഒപ്പം കഴിക്കണ മയണൈസ് ഇല്ലേ, ഈ സാധനം നമ്മൾ ആവശ്യത്തിന് മാത്രം കഴിക്കുക. കാരണം ഇത് അത്യാവശ്യം ഓയിലൊക്കെ കയറി വരുന്നതാണ്. അപ്പോൾ ഈ വണ്ണമൊക്കെ ഉള്ളവർ, വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ സാധനം കുറേ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വണ്ണം കൂടും. അത് രസമല്ലേ? എന്നാൽ കഴിക്കാം. അപ്പോൾ ദേ ഇന്നത്തെ നമ്മളുടെ ബക്കറ്റ് ഫിഷ് എന്ന് പറയാൻ പറ്റില്ല, ബാരൽ ഫിഷ് അല്ലേ. സംഭവം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും 100 ഇരട്ടി സക്സസ്. ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ അമ്മാതിരി ഐറ്റോട്ടാ. ഇതുപോലെ ട്യൂണ ജ്യൂസി ആയിട്ടൊന്നും കിട്ടൂല. കാരണം ട്യൂണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ഹാർഡാവുന്നൊരു ഫിഷാണ്. പക്ഷേ ഈ സാധനം നമ്മൾ ഒരു കാര്യമായിട്ട് പറയുമ്പോൾ നോക്കിയടാ ഒരു രക്ഷയിലായിട്ട് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ ഈ സാധനം കണ്ട നോക്കി, ഞാൻ കാണിച്ചു തരാം. കണ്ട തുറക്കുമ്പോൾ നോക്കി നമ്മുടെ ഈ പേപ്പറൊക്കെ ഇങ്ങനെ ലെയർ തുറക്കൂലേ, അതേപോലെ തുറക്കുക. അത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ്. അപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും വിലക്ക് ലേലത്തിൽ പോയിട്ടുള്ള മീനാണ്. സംഭവം രക്ഷയില്ലാത്ത ഐറ്റം, നമ്മൾ വിചാരിക്കണ പോലെ അല്ല. അപ്പോൾ എന്തായാലും എന്തേ കഥകൾ പറഞ്ഞ് ഇനി അധികം നീട്ടുന്നില്ല. നമ്മുടെ ട്യൂണ ഫിഷ് നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ തന്നെ കഴിച്ചു തീർക്കുമല്ലേ, നമുക്ക് കഴിക്കാനുള്ളതുള്ളൂ. അപ്പോൾ നമ്മുടെ പിള്ളേരെ കുറച്ച് നേരം വരും കേട്ടോ. അപ്പോൾ അവർക്ക് അപ്പുറത്തെ സൈഡ് അവർക്കുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് നേരേക്കാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബാരൽ ഫിഷ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾക്ക് വീഡിയോ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീൺ, ഇപ്പോൾ അജു, എഡ്വിൻ, കിരൺ, പ്രവീൺ, ചിയു, അജി, അപ്പൊ എല്ലാവരുടെ ഒപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.